നമസ്തേ ഗംഗാമയാണ്. ഇന്ന് ഞാൻ വന്നേക്കണത് വയനാട്ടിലൊരു ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഞാന് ഇവിടെ എന്താ പറയാ, തിരുനെല്ലിയിലേക്ക് സച്ചിയുടെ ഒരമ്മടെ ഒരു ആണ്ട് ചടങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനും കൂടെ വന്നു. ഞാൻ ഇതുവരെ പോവാത്ത ഒരേ ഒരു ജില്ല വയനാടായിരുന്നു. എല്ലാ ജില്ലയിലും, കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ വയനാട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പുൽപ്പള്ളിയിലുള്ള ഈ വയനാട് പുൽപ്പള്ളിയിലുള്ള ഈ സീതാദേവി, അതായത് ഭാരതത്തിൽ തന്നെ സീതാദേവിക്കായി സമർപ്പിച്ച അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കാണുന്ന ക്ഷേത്രം. അതായത് ചടായി അമ്മ എന്നാണ് പറയുക. ചടായി അമ്മക്കാവ്. ചടായി അമ്മ വെച്ചാൽ മുടി നഷ്ടപ്പെട്ട ദേവി എന്നുള്ളതാണ്. അപ്പൊ അവിടെ അങ്ങനെയാണ് ആ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമായണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഐതിഹ്യത്തിലുള്ള ഒരു കാര്യമാണ് ഈ മുടി നഷ്ടപ്പെട്ട കഥയൊക്കെ. ഇവിടെ പ്രത്യേകത ലവകുശന്മാരും വാത്മീകി മഹർഷിക്കും ഒക്കെ ഇവിടെ മുരുക്കന്മാരെന്നാണ് ലവകുശന്മാരെ പറയാ. ഇപ്പൊ ഈ സച്ചി നിൽക്കുന്ന ഈ ക്ഷേത്രമാണ് ഇതിന്റെ മൂലസ്ഥാനം എന്നാണ് പറയണത്. അപ്പൊ ഞാൻ വന്ന് ആദ്യം കാണിച്ച ക്ഷേത്രം പിന്നീടുണ്ടായ ക്ഷേത്രമാണ്. അപ്പോ വിശ്വാസപ്രകാരം ശ്രീരാമൻ സീതയെ വനത്തിൽ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് തിരിച്ച് വീണ്ടും സീതാദേവിനെ കൊണ്ടുവരുന്നതും മുടി നഷ്ടപ്പെട്ടിട്ട് അന്തർധാനം ചെയ്യണതല്ല.